മിസ്റ്റർ അടിയോടി, ഈ മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അടിയോടിക്കറിയാവോ? ഒരുപാട് കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ള ആളായിരുന്നില്ലേ? അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും? ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ. വല്ലാത്ത ഭയമുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശത്രുക്കൾ പുറത്തുള്ളവരല്ല, കൂടെയുള്ളവർ തന്നെയാണെന്നേ ഞാൻ പറയൂ. കൂടെയുള്ളവരെന്ന് പറയുമ്പോൾ? മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സ് കോളാടി വർക്കി, മാളിയേക്കൽ ഔസേപ്പച്ചൻ, മരിച്ചുപോയ നാരായണൻ. ഈ നാരായണന്റെ മരണമാണോ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്ററിൽ കണ്ടത്? അതെ സാർ. പക്ഷേ നാരായണൻ്റേത് അപകടമരണമായിരുന്നു, അല്ലാതെ ആരും കൊന്നൊന്നുമല്ല. എന്തപകടം? ഔസേപ്പച്ചനൊത്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയിൽ നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു. അങ്ങനെയാ മരിക്കണത്. നാട്ടുകാരതിനെ വലുതാക്കി. ഈ ഔസേപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട്. അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. ഈ ഔസേപ്പച്ചനും നാരായണനും കുമാരപുരംകാരാണോ? അതേന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെ ഉള്ളവരല്ല, ഇടയ്ക്ക് വന്ന് താമസാക്കിയവരാ. ഔസേപ്പച്ചന്റെ ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ. അങ്ങനെ അവർ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത്. അല്ല ചാക്കോ, ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം. കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം പാർട്ട്നേഴ്സിനെ കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാവാത്തത്. പാർട്ട്നേഴ്സ് തന്നെയാണ് ശത്രുക്കളെന്ന് മിസ്റ്റർ അടിയോടി പറഞ്ഞല്ലോ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? സാർ, മാണിക്കുഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഭൂരിഭാഗം സ്വത്തുക്കളും മറ്റു പാർട്ട്നേഴ്സിന് വിറ്റു. പക്ഷെ ഞാനത് അറിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം. 23 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവനാണ് ഞാൻ അറിയാത്ത ഒരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ വിൽക്കാൻ പോണ കാര്യം എന്നോട് ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വിറ്റ ശേഷമെങ്കിലും പറയണ്ടേ സാർ? അതും പറഞ്ഞിട്ടില്ല. സത്യം, എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടന്ന് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച പോലീസിനോടോ പറഞ്ഞില്ല? ഭയന്നിട്ടാണ് സാർ പറയാത്തത്. സത്യം, ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പറയണത്. മാണിക്കുഞ്ഞു മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഇടി കൊണ്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളണോ? വേണ്ട. താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ട്നേഴ്സും കൂടി തട്ടിയെടുത്തെന്ന്? സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ട്നേഴ്സിന് സംശയം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തെന്ന്? ചത്തു തൊലയുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു? ഇല്ല. അതോ മറ്റു വല്ലവരും പറഞ്ഞു? സംശയം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാലുണ്ടല്ലോ, ഒന്നും കുഴിച്ചുമൂടും തന്നെ ഈ നടുമുറ്റത്ത്. ഇല്ല, പറയില്ല. ആഹാ, ഇത്രയും മിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക്? സത്യം, ഇനി ആരെടുത്ത് വാ തുറക്കില്ല. ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ. നേരം വെളുത്തപ്പോ കവളത്ത് മുഴുവൻ നീരായിരുന്നു. ആരാ ഓഫീസർ? സത്യദാസ്. വർഷം എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത്. എന്നാലും സാറിനെ കാട്ടിക്കൊടുക്കരുത്. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞിന്റെ വീട്ടിൽ ആരാ താമസം? പാർട്ട്നേഴ്സ് ആരെങ്കിലും ആണോ? അല്ല, അതെന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞ് വാങ്ങിയത് മകന്റെ പേരില. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് കിട്ടിയില്ല. മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി. അവളും പോയി. ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ, മോളിയും സൈമണും. മോളിയും സൈമനും? സർ, അടിയുടെ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ തൽക്കാലം പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങൾ വിളിപ്പിക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങളില്ലേ. ചെല്ലേ, ഉണ്ടാക്കാം. വരൂ. ഓ, நீங்க இங்க பேசிட்டு இருக்கிற 2-3 பேர் வந்தா CBI இங்கே தானே தாமசம்னு கேட்டா இல்லைன்னு தானே சொல்லணும்.
കുട്ടിസ്വാമി എന്താ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞു. ஆனா இனி யாரு கேட்டாலும் இங்க தங்கி இருக்கிறவங்க சிபிக்காரங்கன்னு தைரியமா சொல்லுங்க. அப்படியா? அப்ப சஸ்பென்ஸ் தீர்ந்ததா? சஸ்பென்ஸ் இன்னும் தீரல. എന്താ ഉണ്ടായത്? 8 മണിക്ക് തുടങ്ങിയതാ കല്ലേറ്. 10 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ചില്ലും ബാക്കിയില്ല. അതിന്റെ കരണ്ടും പോയി, ഫോണും ഡെഡ്. ഇതൊന്നും നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനാവില്ല. എന്നെ ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ആര് കാരണമായാലും ശരി, കല്ലുമഴയല്ല പാറക്കല്ല് മഴ പെയ്താലും ഞാനും എന്റെ മക്കളെ സഹിച്ചോളാം. ശരിയാ, നീ ഇവിടെ നിങ്ങൾ പോകുന്നില്ല. പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇത് നിന്റെ വീടാ. വേറെ അവിടെ നീ പോകും. അല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാര്യത്തിൽ നീ ചർച്ചയില്ല.